ക്ലാസ്സുകളിലൊക്കെ അക്കൗണ്ടിങ് ഇൻഫർമേഷനെ പറ്റി നമ്മൾ പഠിച്ചു. ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് പഠിച്ചു, അക്കൗണ്ടിങ് എന്താണെന്ന് പഠിച്ചു, അതിന്റെ നേട്ടങ്ങൾ എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഒരു ബിസിനസ്സിനകത്ത് നടക്കുന്ന ചില ട്രാൻസാക്ഷൻ, ചില ടേമുകളൊക്കെ നമ്മൾ പഠിച്ചു. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചു വന്നിട്ടുണ്ട്. ഇന്നിപ്പോ നമുക്ക് അതിനകത്ത് ഒരു കാര്യം കൂടെ മാത്രമേ പഠിക്കാം. അപ്പൊ അതോടെ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ അവസാനിക്കുക. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്നാണ്. ഇപ്പൊ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒന്നെങ്കിൽ അവിടുത്തെ മൊത്തം കാര്യങ്ങൾ, നമുക്കറിയാം ഒരു ബിസിനസ് നടത്തുന്ന പ്രധാനമായിട്ടും ലാഭമോ നഷ്ടമോ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നഷ്ടം ഉണ്ടാക്കാനുള്ള ഒരിക്കലും ലക്ഷ്യമല്ല, എങ്കിൽ ലാഭമോ നഷ്ടമോ ഉണ്ടാവും. ആ സ്ഥാപനത്തിൽ കുറെ അസറ്റുകളും കുറെ ബാധ്യതകളും കാണും. ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ബിസിനസ്സിലുള്ള ലാഭം എത്ര, നഷ്ടം എത്ര എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉണ്ടാകും. അപ്പൊ അതിന് വേണമെങ്കിൽ ഞാൻ തൽക്കാലം ഒരു പേരിട്ട് നമുക്ക് വിളിക്കാം. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്നൊക്കെ ഞാൻ പറയാം. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമ്മൾ വരയ്ക്കും. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചിട്ടേ. പിന്നെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വരയ്ക്കും. സാമ്പത്തിക നില അറിയാൻ വേണ്ടി ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് അവിടുത്തെ അസറ്റുകൾ ഏതൊക്കെയാണ്, അവിടുത്തെ ലയബിലിറ്റി എന്താണ്, ക്യാപിറ്റൽ എത്ര. അപ്പൊ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ആ ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ ഒരു ബിസിനസ്സിലൂടെ 100 രൂപ ഉണ്ടെങ്കിൽ അത് ഒന്നുകിൽ എന്റെ ഉടമസ്ഥ കൊണ്ടുവന്ന പൈസയാണ്, അല്ലെങ്കിൽ എന്ത് കടം മേടിച്ച പൈസയാണ്. അപ്പൊ കടം മേടിച്ചത് ഉടമസ്ഥ കൊണ്ടുവന്നോടെ ചേർത്ത് പറയുമ്പോൾ മൊത്തം ബാധ്യത. അപ്പൊ ഇങ്ങനെ നമ്മൾ അതിനെ നമ്മൾ തരംതിരിച്ചു പഠിച്ചിട്ടുണ്ട്. ഓരോ ടേം ഒക്കെ പഠിച്ചു. എക്സ്പെൻസ്, എക്സ്പെൻഡിച്ചർ, റവന്യൂ, ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇങ്ങനെ കുറെ ടേം നമ്മൾ പഠിച്ചു. പിന്നെ ഇതിന്റെ നേട്ടം പഠിച്ചു, ഇതിന്റെ കോട്ടം പഠിച്ചു, അഡ്വാൻറ്റേജ് പഠിച്ചു, അതിന്റെ ഡിസഡ്വാൻറ്റേജും പഠിച്ചു. അപ്പൊ എന്തായാലും നമ്മുടെ കാര്യം പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ പറഞ്ഞേക്കുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആവശ്യമാണ്. ബിസിനസ് നടത്തുന്നവർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ആ ബിസിനസിന്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, അതായത് അവിടുത്തെ യൂസേഴ്സിന്, അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക്, അക്കൗണ്ടിങ് സംബന്ധമായ വിവരങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ ഇൻഫർമേഷൻ ആവശ്യമാണ്. അപ്പൊ ആ ഇൻഫർമേഷന് വേണ്ടി, അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ കിട്ടുക എന്നുള്ള ഓബ്ജക്റ്റീവോടുകൂടി, ആ ലക്ഷ്യത്തോടുകൂടി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ ഞാൻ തൽക്കാലം ഞാൻ വിളിച്ചത് ആ പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിച്ചു ഞാൻ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അതിനെന്ത് വിളിക്കാം? ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട്, അത് രണ്ടും ലാഭനഷ്ടം കണ്ടുപിടിക്കാൻ വേണ്ടി ബാലൻസ് ഷീറ്റ്. തൽക്കാലം ആ പേര് നമുക്ക് അറിയപ്പെടാം, നമ്മൾ വിളിച്ചു പോകാം. അപ്പൊ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന എന്ത് അക്കൗണ്ടിങ് ഇൻഫർമേഷന് ചില ക്വാളിറ്റി സംബന്ധമായ, ഗുണപരമായ ചില സ്വഭാവം ഉണ്ടായി. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ചില ആസ്പെക്ട് ഉണ്ടായിരിക്കണം. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗുണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന വിവരങ്ങൾ കൊണ്ട്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കൊണ്ട് അതിന്റെ യൂസേഴ്സിന് ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും. അപ്പൊ നിങ്ങളാണ് ബിസിനസ് നടത്തുന്നത് സങ്കല്പിക്കുക. നിങ്ങളുടെ ബിസിനസ് നടത്തുമ്പോൾ നിങ്ങളുണ്ടാകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പഠിക്കും, ലാഭം എത്ര, നഷ്ടം എത്ര. ഈ സ്ഥാപനം വർഷാവർഷം നഷ്ടത്തിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാം, ഈ സ്ഥാപനം ഇങ്ങനെ നടത്തിയാൽ പോരാ, ഒന്നുകിൽ ഇന്ന കാര്യങ്ങൾ ചെയ്ത് മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ ഈ സ്ഥാപനം മതിയാക്കാം. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയ ഡിസിഷൻ നമുക്ക് എടുക്കണം. അത് എന്തെങ്കിലും എടുത്തിട്ട് കാര്യമില്ല, ടൈമിൽ എടുക്കണം നമുക്ക് ഇൻഫർമേഷൻ. സോ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ കൊണ്ട് നമുക്ക് ടൈമിൽ ഒരു ഡിസിഷൻ എടുക്കണം. അതാണ് പ്രത്യേകത. കൃത്യമായ സമയത്ത് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റണം. അതിനാണ് അതിന്റെ സവിശേഷത. അത് ആദ്യം നമ്മൾ 4 പോയിന്റാണ് പ്രധാനമായിട്ടും പഠിക്കാറുള്ളത്. ഒന്ന്, റിലയബിലിറ്റി ഉണ്ടായിരിക്കണം. നമുക്ക് തരുന്ന, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എല്ലാ ഇൻഫർമേഷൻസും, നമുക്ക് കിട്ടുന്ന എല്ലാ ട്രേഡിംഗ് P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റിനും അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമ്മൾ വളരെ ചുരുക്കത്തിൽ നമ്മൾ ഈ പേരിലാണ് തരുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റിന്, ഈ ട്രേഡിംഗ് അക്കൗണ്ടിന്, P&L അക്കൗണ്ടിന്, ബാലൻസ് ഷീറ്റിനാണ്. അഥവാ ഈ ട്രേഡിംഗ് P&L അക്കൗണ്ട് വേറൊരു വാക്ക് ഞാൻ വിളിക്കും റവന്യൂ അക്കൗണ്ട്. അപ്പൊ ഈ റവന്യൂ അക്കൗണ്ട് ആയാലും കൊള്ളാം, ബാലൻസ് ഷീറ്റ് ആയാലും കൊള്ളാം. ഈ 2 കാര്യങ്ങൾക്കും ഈ 4 ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് 4 ഗുണങ്ങൾ? ഒന്ന്, റിലയബിലിറ്റി ഉണ്ടായിരിക്കണം. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എല്ലാം നമുക്ക് റിലേ ചെയ്യാൻ പറ്റണം. 2, റിലവൻസ് ആയിരിക്കണം. റെലവന്റ് ആയിട്ടുള്ളതായിരിക്കണം. മൂന്നാമത്തത്, കോംപ്രിഹെൻസിബിലിറ്റി ഉണ്ടായിരിക്കണം. അണ്ടർസ്റ്റാൻഡബിലിറ്റി ഉണ്ടായിരിക്കണം. അടുത്തത്, കമ്പയറബിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ 4 സവിശേഷതകൾ, റിലയബിലിറ്റി വേണം,
റെലവൻസ് വേണം, കോംപ്രിഹെൻസിബിലിറ്റി വേണം, കമ്പയറബിലിറ്റി വേണം. ഈ 4 ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള 4 ഗുണങ്ങൾ. ഈ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ്. ലാഭവും നഷ്ടവും നമ്മൾ ക്വാണ്ടിറ്റി നമ്മൾ എമൗണ്ടിലേ പറയും. എത്ര രൂപ ലാഭം, ഇത്ര രൂപയുടെ സ്വത്തുക്കൾ മൊത്തം, അത് ഓരോ സ്വത്തും ഇത്ര രൂപ, ഇങ്ങനെ നമുക്ക് തരുന്ന ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷനകത്ത് ഈ പറയുന്ന 4 ക്വാളിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എപ്പോഴാണ് നമുക്ക് അതിനെ റിലേ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുണ്ട്, ഒരു കൂട്ടുകാരുണ്ട്, അല്ലെ ഒരു കൂട്ടുകാരിയുണ്ട്. ആ കൂട്ടുകാർ തരുന്ന ഒരു വിവരം ചിലപ്പോൾ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കും. കാര്യം ആ കുട്ടി ഒരിക്കലും പക്ഷപാതപരമായിട്ട് പെരുമാറാറില്ല, നമുക്ക് വിശ്വസിക്കാം. എങ്കിലേ അതിന് റിലയബിലിറ്റി ഉള്ളൂ, നമുക്ക് അതിനെ ആശ്രയിക്കാൻ പറ്റും. അപ്പൊ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുകാരന്റെ കൂട്ടുകാരി പറയുന്നത് മുഴുവനും എന്താണെങ്കിൽ നുണയാണെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, അത് വെച്ച് നമ്മൾ തീരുമാനം എടുക്കില്ല, നമുക്കതിനെ ആശ്രയിക്കാനും പറ്റില്ല. അപ്പൊ നമുക്ക് ഇൻഫർമേഷൻ നമുക്ക് റിലേ ചെയ്യണമെങ്കിൽ അത് ഫ്രീ ഫ്രം ബയാസ് ആയിരിക്കണം, ഒരിക്കലും പക്ഷപാതപരമായിട്ട് പറയരുത്. അപ്പൊ നമ്മുടെ ബിസിനസ് ഉണ്ട്, ബിസിനസ്സിനകത്തുള്ള നഷ്ടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ചെലവുകൾ നമ്മൾ ഒഴിവാക്കി കളയുക, വിട്ടുകളയുക, ലാഭം കൂട്ടാൻ വേണ്ടി ഇല്ലാത്തവരൊക്കെ കൂട്ടിക്കാണിക്കുക, ഇല്ലാത്ത സ്വത്തുക്കളൊക്കെ പെരുപ്പിച്ച് കാണിക്കുക, ഇതൊന്നും നമുക്ക് ചെയ്യാൻ പാടില്ല. അപ്പൊ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, ബയാസിൽ നിന്നും ഫ്രീ ആയിരിക്കണം. ഒരിക്കലും നമുക്ക് അതിനകത്ത് ഒരു പക്ഷപാതം പാടില്ല. അപ്പൊ ബിസിനസ്സിന് അനുകൂലമായിട്ടോ ബിസിനസ്സിന് പ്രതികൂലമായിട്ടോ, ഇപ്പൊ പ്രതികൂലമായിട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസ്സിന് ഒരുപാട് ലാഭം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ടാക്സ് കൊടുക്കേണ്ടി വരാം. ബിസിനസ് സോൾട്ടറുടെ ബിസിനസ് ആണെങ്കിൽ ടാക്സ് കൊടുക്കണ്ട, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഉടമസ്ഥൻ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ടാക്സ് കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ചെലവ് കൂട്ടിക്കാണിക്കുക, അപ്പൊ ലാഭം കുറയ്ക്കും. അപ്പൊ കൃത്യമായ ലാഭമാണോ തന്നിരിക്കുന്ന വിവരം? അല്ല. അപ്പൊ ആ തെറ്റായ വിവരം വെച്ചുകൊണ്ടെടുക്കുന്ന തീരുമാനം കറക്റ്റ് ആവുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം, ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ബയാസ് ആൻഡ് റെപ്രസെന്റേറ്റീവ് ഇൻ നേച്ചർ. അതിന്റെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് റെപ്രസെന്റേറ്റീവ് ആയിരിക്കണം, ഒരു കൃത്യമായ കാര്യത്തെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കണം, കൃത്യമായിരിക്കണം. എങ്കിലേ നമ്മൾ അതിനെ റിലേ ചെയ്യൂ, എങ്കിലേ നമ്മൾ അതിനെ ആശ്രയിക്കൂ. ഇതാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട്, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പറയുന്ന എന്താണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഫ്രീ ഫ്രം ബയാസ് ആയിരിക്കണം ആൻഡ് റെപ്രസെന്റേറ്റീവ് നേച്ചർ ആയിരിക്കണം. അപ്പോ ഇങ്ങനെയാണെങ്കിൽ അത് തെറ്റാണോ ശരിയാണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരാൾ ഒന്ന് പറയാണ്, എനിക്ക് 5 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ അറിയും? ഒന്നിൽ അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ അയാൾ ടിക്കറ്റ് എടുത്താൽ നമ്മൾ കാണണം, അല്ലെങ്കിൽ പൈസ അവിടെ വന്നാൽ നമ്മൾ കാണണം, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു തെളിവാണ്. നമുക്കും അറിയാം, നമ്മുടെ അക്കൗണ്ടൻസി നമ്മളിവിടെ അക്കൗണ്ടിങ് നമ്മൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ അക്കൗണ്ടൻസി നമ്മൾ തയ്യാറാക്കുമ്പോൾ, ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മുടെ അക്കൗണ്ടൻസി എന്ന് പറയുന്ന ബിസിനസ്സിലെ കണക്ക് നമ്മൾ എഴുതുമ്പോൾ ഒരു കാര്യവും മനസ്സിൽ തോന്നുന്നു എഴുതാൻ പാടില്ല. എഴുതണമെങ്കിൽ അതിനൊരു ഡോക്യുമെന്റ് വേണം, ഒരു എവിഡൻസ് വേണം, തെളിവ് വേണം. ഉദാഹരണം, ഞാനൊരു മെഷീൻ മേടിച്ചു എന്ന് ഞാൻ ഒരു കാര്യം ഇതിനകത്ത് എന്റെ ബുക്കിനകത്ത് രേഖപ്പെടുത്തുകയാണ്, ഞാൻ എൻട്രി ചെയ്യാം. അപ്പൊ എൻട്രി ചെയ്താൽ ഞാൻ തൽക്കാലം എൻട്രി ചെയ്ത് വിളിക്കാം. അപ്പൊ എന്റെ ബുക്കിനകത്ത് ഞാൻ മെഷീൻ മേടിച്ച കാര്യം എഴുതണമെങ്കിൽ ഞാൻ വെറുതെ അന്തരീക്ഷത്തിൽ നോക്കിയിട്ട് മെഷീൻ മേടിച്ചു എന്ന് എഴുതി വെക്കാൻ പാടില്ല. അപ്പൊ എഴുതണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ഞാൻ മേടിച്ചിട്ടുള്ള ആ മെഷീന്റെ ബില്ല് എനിക്ക് വേണം. അതായത് ആ കടയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇൻവോയ്സ് എനിക്ക് ആവശ്യമുണ്ട്, അഥവാ അവരുടെ സെയിൽസ് ബില്ല് എനിക്ക് ആവശ്യമുണ്ട്. അപ്പൊ സെയിൽസ് ബില്ല് എനിക്ക് കൊടുത്തിട്ട് നോക്കാം. അപ്പൊ അതിൽ കാണും ഇത്ര രൂപ വാങ്ങിച്ചു, ഡിസ്കൗണ്ട് വല്ലതും ഉണ്ടോ, കിഴിവ് വല്ലതും ഉണ്ടോ, എങ്കിൽ ബാക്കി എത്ര, അതെങ്ങനെ കൊടുത്തോ, അത് ഡ്രാഫ്റ്റ് ആയിട്ട് കൊടുത്തോ, പൈസ ആയിട്ട് കൊടുത്തോ, എങ്ങനെ കൊടുത്തു, ഈ വിവരങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ അതിനൊരു എവിഡൻസ് നമുക്ക് അവിടെ ഉണ്ടാവും. അപ്പൊ ഞാൻ 5 ലക്ഷം രൂപ കൊടുത്തിട്ട് സാധനം മേടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചവരെ എനിക്ക് അറിയാം, ഉത്തമ വിശ്വാസമുണ്ട്, ഞാൻ മേടിച്ചത് തന്നെ. പക്ഷേ എങ്കിൽ പോലും അത് എഴുതാൻ പാടില്ല. അത് എഴുതണമെങ്കിൽ എനിക്ക് എന്ത് വേണം? എനിക്കൊരു ഡോക്യുമെന്റ് വേണം. അതുപോലെ ഇതിന്റെ റിലയബിലിറ്റി നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് ഓരോ ഡോക്യുമെന്റും, അത് ഞാൻ വിളിക്കുന്നു സോഴ്സ് ഡോക്യുമെന്റ്. ഒരാൾക്ക് ഞാൻ ശമ്പളം കൊടുത്തു എന്ന് പറയണമെങ്കിൽ ആ ശമ്പളം മേടിച്ചോണ്ട് പോകുന്ന ആളെ കൊണ്ട് ഞാൻ ഒപ്പിടിച്ചോണ്ട് വയ്ക്കണം.
ഞാൻ വാട്ടർ ചാർജ് അടച്ചെങ്കിൽ ആ വാട്ടർ ചാർജ് കൊടുത്തതിനെ പറ്റിയുള്ള ബില്ല് ഞാൻ സൂക്ഷിക്കണം. അങ്ങനെ ഏത് പേയ്മെന്റിനും ഞാൻ ബില്ല് സൂക്ഷിക്കണം. അതാ വൗച്ചർ എന്നുണ്ടെങ്കിൽ വൗച്ചറുകള്, ബില്ലുകള്, ഇൻവോയ്സുകള്, ഇതൊക്കെയാണ് എന്ന് പറയുന്നത് എന്റെ സോഴ്സ് ഡോക്യുമെന്റ്. ഈ സോഴ്സ് ഡോക്യുമെന്റ് നമ്മൾ സൂക്ഷിക്കണം. സൂക്ഷിച്ചിട്ട് ഇത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് അതിനെ വെരിഫൈ ചെയ്യാൻ പറ്റണം. അപ്പൊ വെരിഫൈ ചെയ്യുമ്പോൾ കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് അതിനെ റിലേ ചെയ്യാം, നമുക്ക് അതിനെ ആശ്രയിക്കാം. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണം. ക്യാൻ ബി വെരിഫൈഡ്. നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റണം. എന്തുപയോഗിച്ച്? യൂസിങ് സോഴ്സ് ഡോക്യുമെന്റ്. സോഴ്സ് ഡോക്യുമെന്റ് ഉപയോഗിച്ച് നമുക്ക് അതിനെ വെരിഫൈ ചെയ്യാൻ പറ്റണം. ഇനി നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റം, നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന രീതി, അത് ട്രാൻസ്പെറന്റ് ആയിരിക്കണം. ഇപ്പൊ ചില ആൾക്കാർ ചില കാര്യങ്ങളൊക്കെ ഡയറി മറ്റു കാര്യങ്ങൾ എഴുതി വെക്കുന്നത് നിഗൂഢ ഭാഷയിലായിരിക്കും. അയാൾക്ക് മാത്രമേ പിന്നെ നോക്കാൻ വായിക്കാൻ മനസ്സിലാവൂ. അത് പറ്റില്ല. അക്കൗണ്ടൻസി പഠിച്ചിട്ടുള്ള ആരായാലും, അത് ഇന്ത്യക്കാരനായാലും കൊള്ളാം, അമേരിക്കക്കാരനായാലും കൊള്ളാം, ബ്രിട്ടീഷുകാരനായാലും കൊള്ളാം, ആരായാലും കൊള്ളാം, അയാൾ അക്കൗണ്ടൻസി പഠിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കിത് വായിച്ചാൽ മനസ്സിലാകണം എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആ എൻട്രി എന്താണ് എന്ന് അയാൾക്ക് മനസ്സിലാവണം. അത്ര സുതാര്യമായിരിക്കണം. ട്രാൻസ്പെറൻസി വേണം. ക്യാൻ ബി വെരിഫൈഡ് വിത്ത് സോഴ്സ് ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റണം. ഫ്രീ ഫ്രം ബയാസ് ആയിരിക്കണം. റെപ്രസെന്റേറ്റീവ് നേച്ചർ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഒറ്റ വാക്കി പറയാം. എന്ന് പറയാം, ആ ഇൻഫർമേഷൻ നമുക്ക് എന്താണ്? റിലയബിൾ ആണ്. അതിനാൽ റിലയബിലിറ്റി എന്ന് പറയുന്ന സവിശേഷ ഗുണം അതിനുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോ പക്ഷപാതമില്ലാതെ എഴുതി വെച്ചിരിക്കുന്ന, അതുപോലെ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സോഴ്സ് ഡോക്യുമെന്റ് സൂക്ഷിച്ചിരിക്കുന്ന, ട്രാൻസ്പെറന്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ നമുക്ക് തരുന്നതെങ്കിൽ നമുക്കതിനെ ആശ്രയിക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റെലവൻസ്. റെലവൻസ് എന്താണ്? റെലവൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മെറ്റീരിയാലിറ്റി കാൾസ് ഫോർ റെക്കോർഡിംഗ് ഓൾ മെറ്റീരിയൽ ഫാക്ട്സ്. ബിസിനസ്സിൽ നടക്കുന്ന മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാ ഫാക്ടും റെക്കോർഡ് ചെയ്തിരിക്കണം. അതെല്ലാം കാൾ ഫോർ ഡിമാൻഡ് ചെയ്യണം. അപ്പൊ മെറ്റീരിയാലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ വെച്ച്, മെറ്റീരിയാലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ വെച്ച് അത് ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ബിസിനസ് എടുക്കുന്ന ഏറ്റവും അത്യാവശ്യമുള്ള എല്ലാ മെറ്റീരിയൽ ഫാക്ടറും നമ്മൾ കറക്റ്റ് ടൈമിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. പിന്നീട് മാറ്റി വയ്ക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ നമുക്ക് കൃത്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ തീരുമാനം മെറ്റീരിയൽ ഫാക്ട് ആണോ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, അത് നമ്മുടെ ബിസിനസിനെ ബാധിക്കുന്ന കാര്യമാണ്, അല്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വയ്ക്കാൻ പാടില്ല. അതൊരു മെറ്റീരിയൽ ഫാക്ട് ആയിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് എന്തിരിക്കണം? റെക്കോർഡ് ചെയ്തിരിക്കണം. ബിസിനസ് ആൻഡ് ദ റൈറ്റ് ടൈമിലായിരിക്കും അത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റെക്കോർഡ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ടൈമിലി പ്രഡിക്ഷൻ നമുക്ക് നടത്താൻ പറ്റും. കൃത്യസമയത്ത് ഒരു നിഗമനത്തിൽ നമുക്ക് എത്തണമെങ്കിൽ കൃത്യമായ സമയത്ത് റെലവന്റ് ഫാക്ടേഴ്സ് എല്ലാം റെക്കോർഡ് ചെയ്യുമെങ്കിൽ ആ ഇൻഫർമേഷൻ എന്താണ്? നമുക്ക് റെലവന്റ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ഇൻഫർമേഷൻ റെലവന്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? മെറ്റീരിയൽ ഫാക്ട് എല്ലാം കൃത്യമായ സമയത്ത് റെക്കോർഡ് ചെയ്തിരിക്കണം. അപ്പൊ നമുക്ക് ടൈമിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റും. നമുക്കൊരു ഫീഡ്ബാക്ക് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ സവിശേഷ ഗുണം എന്ന് പറയുന്നത് കോംപ്രിഹെൻസിബിലിറ്റി. കോംപ്രിഹെൻസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡബിലിറ്റി. അവിടെ യൂസ് ചെയ്യുന്ന ഓരോ യൂസേഴ്സിനും മനസ്സിലാവണം. ഇപ്പൊ നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ പഠിക്കുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ തന്നിരിക്കുന്ന ഒരു ബാലൻസ് ഷീറ്റ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ അത് മനസ്സിലാവണം. ഏതെല്ലാമാണ് ചെലവുകൾ, ഏതെല്ലാമാണ് വരവുകൾ, ലാഭം എത്രയുണ്ട്, നഷ്ടം അല്ലെങ്കിൽ നഷ്ടം എത്രയുണ്ട് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റണം. അതിനകത്തൊരു നിഗൂഢത പാടില്ല. ഇതാണ് പ്രത്യേകത. അപ്പൊ കോംപ്രിഹെൻസിബിലിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ കേപ്പബിൾ ഓഫ് ബീയിങ് അണ്ടർസ്റ്റുഡ് ബൈ ഓൾ ഇറ്റ്സ് യൂസേഴ്സ്. ഏത് യൂസേഴ്സ് ആയിരിക്കൊള്ളാം. ചിലപ്പോൾ സർക്കാർ ടാക്സിന് വേണ്ടി എടുക്കും, അവർക്ക് മനസ്സിലാക്കണം.
ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ നിക്ഷേപിക്കുമ്പോൾ അവരുടെ പൈസ മുതലും പലിശ തിരിച്ചു കിട്ടുമെന്ന് അറിയണം. അവർക്ക് നോക്കിയാൽ മനസ്സിലാവണം. ബാങ്കിൽ പോയി കടമെടുക്കാൻ ചെല്ലുമ്പോൾ അവർക്കിത് അറിയണം. അവിടെയുള്ള ഒരു എംപ്ലോയീസിന് അറിയാം കൃത്യമായിട്ട് അവർക്ക് ശമ്പളം കിട്ടുന്ന ഒരു സ്ഥാപനത്തിലാണ് അവർ വർക്ക് ചെയ്യുന്നത്, അവർക്കറിയണം. അങ്ങനെ ഇത് യൂസ് ചെയ്യുന്ന ഏതെല്ലാം യൂസേഴ്സ് ഉണ്ടോ അവർക്കെല്ലാം ഇത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവണം. ഇതിനകത്ത് നിഗൂഢതകളൊന്നും പാടില്ല. അതാണ് കോംപ്രിഹെൻസിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് കമ്പയറബിലിറ്റി. കമ്പയർ ചെയ്യാൻ പറ്റണം. എങ്ങനെ കമ്പയർ ചെയ്യണം? ഇപ്പൊ നമുക്ക് ഒരു വർഷത്തെ ലാഭം കിട്ടി, അടുത്ത വർഷം നമ്മൾ കണക്കും, ആ വർഷം ലാഭം കിട്ടി. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ലാഭം എത്ര, ഈ വർഷത്തെ ലാഭം എത്ര, കമ്പയർ ചെയ്യുന്നു. എന്തുകൊണ്ട് കഴിഞ്ഞ വർഷത്തെക്കാളും ലാഭം വർദ്ധിച്ചു അല്ലെങ്കിൽ കുറഞ്ഞു, ഏതെല്ലാം ചെലവാണ് കൂട്ടിയത് അല്ലെങ്കിൽ ഏതെല്ലാം ചെലവാണ് കുറഞ്ഞത്. അപ്പൊ ഒരു ഇൻട്രാഫെയർ കമ്പാരിസൺ ഒക്കെ അതിനകത്ത് പറ്റും. ഇല്ലെങ്കിൽ നമ്മളെ പോലെ തന്നെ വേറെ സ്ഥാപനം ഇതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മളെ പോലുള്ള ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ തന്നെയാണ് അവർക്കുള്ളത്. അവരുടെ ലാഭം നമ്മുടെ ലാഭം തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യണം. ഇന്റർഫെയർ നമുക്ക് കമ്പാരിസൺ നടത്തണം. അപ്പൊ ഇന്റർഫെയർ കമ്പാരിസണും ഇൻട്രാഫെയർ കമ്പാരിസണും പറ്റുന്ന രീതിയിലായിരിക്കണം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ തയ്യാറാക്കിയ ഇൻഫർമേഷൻ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന ഇൻഫർമേഷൻ എല്ലാം ആർക്ക് റിലേ ചെയ്യാൻ പറ്റണമായിരിക്കണം, അത് റെലവന്റ് ആയിരിക്കണം, അത് കോംപ്രിഹെൻസിബിലിറ്റി ഉള്ളതായിരിക്കണം, അത് കമ്പയറബിലിറ്റി ആയിരിക്കണം. എങ്ങനെ കമ്പയർ ചെയ്യണം? നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ഓരോ വർഷവും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റണം. നമ്മുടെ പോലുള്ള മറ്റു സ്ഥാപനങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കമ്പയർ ചെയ്യാൻ പറ്റണം. അപ്പൊ ഈ 4 സവിശേഷതകളുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിന് നല്ല ക്വാളിറ്റി ഉള്ള ഇൻഫർമേഷൻ ആണ് നമുക്ക് പറയാൻ പറ്റും. ഇത്രയും ആവുമ്പോൾ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ അവസാനിക്കുക. ഇതാണ് ആ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ലാസ്റ്റിൽ പഠിക്കുന്ന കാര്യം. ഇത് നമ്മൾ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ തിയറി ബേസ് അക്കൗണ്ടിംഗ് എന്നാണ് എന്റെ പേര്. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിംഗ്. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിംഗ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അക്കൗണ്ടിങ്ങിനകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ റെക്കോർഡിംഗ് ഒക്കെ വന്നിട്ടുള്ളത് എന്നതിനെ പറ്റിയുള്ള ഒരു ചെറിയ വിവരണം. അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോ ഇവിടെ നമ്മൾ പറയുന്നത് ഇത് കംപ്രൈസ് ചെയ്യുന്നത് ബേസിക് അക്കൗണ്ടിംഗ് അസംഷൻ, ബേസിക് ആൻഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ, മോഡിഫൈങ് പ്രിൻസിപ്പിൾ ആൻഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. ഈ 4 കാര്യങ്ങളിലാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. അപ്പൊ ബേസിക് ആയിട്ടുള്ള ചില അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ഉണ്ട്, അസംഷൻസ് ഉണ്ട്. അപ്പോ ബേസിക് ആയിട്ടുള്ള ചില അക്കൗണ്ടിംഗ് അസംഷൻ ഉണ്ട്. ഇതാണ് ആദ്യം പഠിക്കുന്നത്. ചില കാര്യങ്ങൾ അസ്യൂം ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്കൗണ്ടൻസി നമ്മൾ കാര്യങ്ങൾ എഴുതി റെക്കോർഡ് ചെയ്ത് പോകുന്നു. ചില കാര്യങ്ങൾ, ചില ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് എന്നുണ്ട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇന്ന തത്വം അനുസരിച്ചാണ് എഴുതി പോകുന്നത്. അതിന്റെ പ്രിൻസിപ്പിൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പ്രിൻസിപ്പിൾസിനെ കുറെ കൂടെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ മോഡിഫൈ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് നമ്മൾ അതിനകത്തൊന്നും കുറെ കാര്യങ്ങൾ പഠിക്കണം. ലേറ്റസ്റ്റ് ആയിട്ട് കുറെ സ്റ്റാൻഡേർഡുകൾ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞപ്പോൾ തന്നെ AICPA എന്ന് പറയുന്ന ആൾക്കാര്, അല്ലെങ്കിൽ എന്താണ് AICPA എന്ന് പറയുന്നവർ ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ചില സ്റ്റാൻഡേർഡ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ 4 കാര്യങ്ങളെ പറ്റി പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ തിയറി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മൾ ആദ്യം പഠിക്കുന്നത് ബേസിക് അസംഷൻസ് ആണ്. ബേസിക് ആയിട്ടുള്ള ചില അസംഷനെ പറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് ബേസിക് ആയിട്ടുള്ള ചില അസംഷൻ. ബേസിക് അസംഷൻ എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ ഓഫ് അക്കൗണ്ടിംഗ് ഡെവലപ്ഡ് ബൈ കസ്റ്റംസ്. അപ്പൊ നമുക്കറിയാം, ഒരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പൊളച്ചതൊന്നും അല്ല എന്ത്, പൊട്ടിപ്പൊളച്ചതൊന്നും അല്ല ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന കാര്യം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, 1994 ലൂക്കോ പാസിയോളി, അതിനു മുമ്പ് ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കാലാകാലങ്ങളിൽ കുറെ നാളൊക്കെ എന്തായിരുന്നു, ഗുഡ്സ് ഫോർ ഗുഡ്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അതിലേക്ക് മൊത്തത്തിൽ ഒരു മണി വാല്യൂ വന്നു. ആ മണി വാല്യൂ വന്നതിന് ശേഷം ഒരു ബുക്കിനകത്ത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷമാണ് ലൂക്കോ പാസിയോളി എന്ന് പറഞ്ഞ ആൾ വന്നത്. അയാൾ വന്നിട്ടാണ് ഇതിനകത്ത് എന്താണ് ചില റൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അയാൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, എന്താണ് അസറ്റ് എന്ന് പറയുന്നത് എന്താണ് ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ആണെന്ന് പറഞ്ഞത് അയാളാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ കുറെ കാര്യങ്ങൾ എഴുതി വന്നു. എഴുതി വരുമ്പോൾ ചില എന്ത് വരും, ഇപ്പൊ നമുക്കറിയാം കഥ എഴുതുന്ന പോലെയല്ല കവിത എഴുതുന്നത്, കവിത പോലെയല്ല വേറെ കാര്യം എഴുതുന്നത്. അപ്പൊ അതിനൊക്കെ ഓരോരോ ചട്ടക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
അപ്പൊ ചില കാര്യങ്ങൾ ഇന്ന കണക്കായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് പഴയ പാലിച്ചു വന്നിട്ടുള്ള ചില രീതികൾ കൊണ്ടാണ്. അപ്പൊ അതാണ് ഈ കസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ ചില കസ്റ്റംസ് അനുസരിച്ചാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഏത് ഈ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ചില കസ്റ്റംസ് അനുസരിച്ചിട്ടാണ്. ചിലത് ട്രഡീഷണലാണ്, പരമ്പരാഗതമായിട്ട് എഴുതുന്ന കാര്യങ്ങളാണ്. അപ്പൊ പാരമ്പര്യമാണ് ചില കാര്യങ്ങൾ. ചിലത് ബിലീഫാണ്, വിശ്വാസം. ഇന്നണക്കായിരിക്കണം. അപ്പൊ ബിലീഫുണ്ട്. ചിലത് പ്രാക്ടീസ് വഴി കിട്ടിയതാണ്. എഴുതി തരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ചില സംശയങ്ങൾ ഇന്നണക്കാര്യങ്ങൾ തീർക്കേണ്ടതെന്ന് എഴുതി പോകുന്ന രീതി. അപ്പൊ ഇങ്ങനെ പ്രാക്ടീസ് മുഖാന്തരമോ ബിലീഫ് മുഖാന്തരമോ ട്രഡീഷൻ മുഖാന്തരമോ കസ്റ്റംസ് മുഖാന്തരമോ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള അസംഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളില്ല. അപ്പൊ 4 കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കുക. ബേസിക് അസംഷൻ 4 എണ്ണമാണ് പഠിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് എന്റിറ്റി അസംഷൻ, രണ്ടെന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ അസംഷൻ, മൂന്നെന്ന് പറയുന്നത് മണി മെഷർമെന്റ് അസംഷൻ, അടുത്തെന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് പീരിയഡ് അസംഷൻ. ഇങ്ങനെ 4 അസംഷൻസ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കണം. അപ്പൊ ഈ 4 അസംഷൻ നമ്മൾ പഠിക്കുമ്പോൾ അക്കൗണ്ടിംഗ് എന്റിറ്റി അസംഷൻ ആയാലും കൊള്ളാം, ഗോയിങ് കൺസേൺ അസംഷൻ ആയാലും കൊള്ളാം, മണി മെഷർമെന്റ് അസംഷൻ ആയാലും കൊള്ളാം, അക്കൗണ്ടിംഗ് പീരിയഡ് അസംഷൻ ആയാലും കൊള്ളാം. ഇതൊക്കെ വന്നിരിക്കുന്നത് ചില കാര്യങ്ങൾ ചെയ്തു പോയപ്പോൾ ഉണ്ടായിട്ടുള്ള ചില പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വന്നു. അതനുസരിച്ചാണ്. അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് നമ്മളെന്ത് ചെയ്യണം, നമ്മൾ ഇപ്പോഴും പിന്തുടർന്നു പോവുകയാണ്. അല്ലെങ്കിൽ ചിലതൊക്കെ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള വിശ്വാസം കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ചെയ്തു പോവുകയാണ്. ബിലീഫാണ്. ചിലത് കസ്റ്റംസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളോടുകൂടി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ചില രീതികൾ, അതാണ് ബേസിക് അസംഷൻ എന്ന് പറഞ്ഞ പദം കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ പോയിന്റ് ആണ് എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് എന്റിറ്റി അസംഷൻ. അക്കൗണ്ടിംഗ് എന്റിറ്റി അസംഷൻ, അക്കൗണ്ടിംഗ് എന്റിറ്റി അസംഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനൊരു 1 lakh rupees കൊണ്ട് ഒരു ബിസിനസ് ആരംഭിച്ചു. 1 ലക്ഷം രൂപ ബിസിനസ് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ 1 ലക്ഷം രൂപ ബിസിനസ് കൊടുക്കുമ്പോൾ ഞാൻ ഇവിടെ ഒരു പ്രവൃത്തി ചെയ്തു. എന്താണ്? ഞാനെന്ന് പറയുന്ന വ്യക്തി ഈ ബിസിനസ്സുമായിട്ട് ഒരു കാര്യം ഉണ്ടായി. ഞാൻ 1 ലക്ഷം രൂപ ബിസിനസ്സിലേക്ക് കൊടുത്തു. ബിസിനസ് എന്താ ചെയ്തത്? ഈ 1 ലക്ഷം രൂപ എന്റെ വാങ്ങിച്ചു. ഏതുപോലെ ഞാനെന്ന് പറയുന്ന എക്സിന് 1 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ ഞാൻ 1 ലക്ഷം രൂപ കൊടുത്ത് എക്സ് വാങ്ങിച്ചു. അതുപോലെ ഞാൻ ബിസിനസ്സിലേക്ക് 1 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ ഞാൻ കൊടുത്തു, ബിസിനസ് വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിച്ചെങ്കിൽ ഈ വ്യക്തിയെ പോലെ ഒരു എന്റിറ്റി എന്ന് പറയുന്നത് ആർക്കുണ്ട്? ഈ ബിസിനസ്സിനുണ്ട്. 1 ലക്ഷം രൂപ ഞാൻ വേറെ കൊടുക്കുമ്പോൾ ഞാൻ പറയുന്നത് 1 ലക്ഷം രൂപ ഞാൻ കൊടുത്തു, അയാൾ വാങ്ങി. അയാൾ പറയും അയാൾക്ക് കിട്ടി, ഞാൻ കൊടുത്തു എന്ന് പറയും. എന്ന് പറയുന്നത് പോലെ ഞാൻ ബിസിനസ്സിലേക്ക് 1 ലക്ഷം രൂപ ഇട്ടാൽ ബിസിനസ്സിൽ 1 ലക്ഷം രൂപ കിട്ടി എന്ന് പറയും, ഞാൻ കൊടുത്തു എന്ന് പറയും. ഞാനാണ് എന്റെ ഗിവർ എന്ന് പറയും. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ എന്റിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പൊ അക്കൗണ്ടൻസി എഴുതി വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഈ നടത്തുന്ന ആളിന്റെ വീട്ടിലെ കണക്കും നമ്മുടെ ബിസിനസിന്റെ കണക്കും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റൂല. അങ്ങനെ നമ്മൾ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ ബിസിനസ്സിന് ഒരുപാട് നമ്മൾ കണക്കെഴുതുമ്പോൾ ഒരു കൃത്യതയും വരില്ല എന്ന് മനസ്സിലായി. കാരണം ഞാൻ എന്റെ വീട്ടിലേക്ക് ചെലവാക്കുന്ന 1000 രൂപ അല്ലെങ്കിൽ ഞാൻ ഇവിടെ എടുത്തു കൊണ്ടുപോകുന്ന പൈസകൾ ഒക്കെ ഞാൻ ഇവിടെ എന്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഏത് സാധനം മേടിച്ചാൽ ഇവിടെ എടുത്തുകൊണ്ട് പോകുന്നതെല്ലാം ഞാൻ ഈ ബിസിനസ്സിൽ കണക്കിൽ എഴുതി കഴിഞ്ഞാൽ ബിസിനസ്സിന് കൃത്യമായ ഒരു ലാഭനഷ്ട കണക്കുണ്ടാക്കാൻ പറ്റില്ല. അതാണ് എന്റെ ഒരു അസംഷൻ. അപ്പൊ അങ്ങനെ അസ്യൂം ചെയ്തപ്പോൾ ഞാൻ എന്ത് മനസ്സിലാക്കി? ബിസിനസ് എന്ന് പറയുന്നത് പ്രത്യേക വ്യക്തിയായിട്ട് കണക്കാക്കണം. അപ്പൊ ബിസിനസ് ആസ് എ സെപ്പറേറ്റ് ലീഗൽ എന്റിറ്റി. ബിസിനസ്സിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ എന്റിറ്റി ഉണ്ട്. എവിടെന്ന്? എപ്പാർട്ട് ഫ്രം ഇറ്റ്സ് ഓണർ. ഓണറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബിസിനസ്സിന് സെപ്പറേറ്റ് ആയിട്ട് ലീഗലായിട്ട് ഒരു വ്യക്തിയായിട്ട് നമ്മൾ കണക്കാക്കും. ക്ലിയർ ആണോ? അങ്ങനെ എഴുതിയില്ലെങ്കിൽ എന്താ കുഴപ്പം? ഞാൻ കൊണ്ടുവന്ന് ഇടുന്ന പൈസക്ക് കണക്കില്ല, അല്ലെങ്കിൽ ഞാൻ കൊണ്ട് ഇട്ടു മാത്രമേ ഉള്ളൂ. ആരെങ്കിലും ഞാൻ ഇവിടുത്തെ ഒരു ഇടയ്ക്കിടയ്ക്ക് പൈസ വിഡ്രായിരുന്നു അതിന് കണക്കില്ല വരുമ്പോൾ ബിസിനസ് കിട്ടുന്ന ലാഭം നഷ്ടം നമുക്ക് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ വേറെ ബിസിനസ് വേറെ എന്ന് പറയുന്ന ഒരു രീതിയാണ് അവിടെ ഉള്ളത്. അതാണ് അക്കൗണ്ടിംഗ് എന്റിറ്റി കോൺസെപ്റ്റ് പറയുന്നത്, അല്ലെങ്കിൽ അസംഷനിൽ പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്നുള്ള കാര്യം. ആൻ എന്റിറ്റി ഓഫ് ബിസിനസ് ഈസ് ഡിഫറെന്റ് ഫ്രം ഇറ്റ്സ് ഓണർ. ബിസിനസിന്റെ ഓണർ
സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ഉണ്ടായിരിക്കണം എപ്പോഴും. ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു ഓണർ എന്ന് പറയുന്നത് ആപ്ലിക്കബിൾ ടു ആൾ ഫേംസ് ഓഫ് ബിസിനസ്. ഇത് എല്ലാ ബിസിനസിനും ബാധകമാണ്. ബിസിനസ് ഞാൻ മാത്രം നടത്തുന്ന ബിസിനസ് ആയാലും ശരി തന്നെ. ഞങ്ങളുടെ 5 പേരോട് ചേർന്ന് ബിസിനസ് നടത്തുമ്പോൾ ഈ 5 പേരും ബിസിനസ് പൈസ കൊണ്ടിടുകയാണെങ്കിൽ 5 പേരെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് പറയും. അപ്പൊ പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ബിസിനസിന് ബാധകമാണ്. കമ്പനിയായിട്ട് തുടങ്ങിയാലും അത് ബാധകമാണ്. അപ്പൊ എല്ലാ തരത്തിൽപ്പെട്ട ബിസിനസ്സിനും ഇത് ബാധകമാണ്. എന്ത് ബാധകമാണ്? ബിസിനസ് ആസ് എന്ത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ബിസിനസ് വേറെ, ഉടമസ്ഥൻ വേറെ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഇതാണ് ഒന്നാമത്തെ അസംഷൻ. രണ്ടാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ അസംഷൻ. ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മള് ചിലപ്പോൾ ബിസിനസ് നാളെ അവസാനിക്കാം, അല്ലെങ്കിൽ ഉടനെ അതിനെ ലിക്വിഡേറ്റ് ചെയ്യുക, ഇല്ലാതെ ആയിപ്പോകാം. പക്ഷെ എങ്കിലും നമ്മൾ കണക്കെടുക്കുമ്പോ നമ്മുടെ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്: ഈ ബിസിനസ് ഇന്നോ നാളെയോ ഉടനെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, നിയർ ഫ്യൂച്ചറിൽ ഇത് ഒരിക്കലും അവസാനിക്കുന്നില്ല. ഈ ബിസിനസ് എന്ന് പറയുന്നത് സമീപ ഭാവിയിൽ ഈ ബിസിനസ് നിൽക്കുന്നില്ല എന്നാണ് നമ്മുടെ അസംഷൻ. അപ്പൊ അങ്ങനെ ഒരു ഊഹാപോഹം ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മൾ ഊഹിച്ച് കണക്ക് എഴുതിയാലേ നമ്മൾ എഴുതുന്ന കണക്കിന് ശരിയാവും. ഉദാഹരണത്തിന് ഞാൻ ഒരാൾക്ക് കടം കൊടുക്കുന്നു. ആ ഒരു 3 മാസം കടം കൊടുക്കുമ്പോൾ 3 മാസം വരെ എന്റെ ബിസിനസ് ഉണ്ട് എന്നാണ് എന്റെ സങ്കല്പം. ഞാൻ ബിസിനസ്സിലെ ഓണറായ ഞാൻ കൊണ്ടുവന്ന പൈസ ഇടുന്നു. അപ്പൊ ആ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 1 വർഷം കഴിയുമ്പോൾ എനിക്ക് അതിന് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ ഈ സ്ഥാപനം ഇനിയും തുറന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് പറഞ്ഞു നോക്കുമ്പോ ബിസിനസ് എന്തുകൊണ്ടൊരു ഒരു ഗോയിങ് കൺസേൺ ആയിട്ടാണ് അസ്യൂമിച്ചിരിക്കുന്നത്. ഈ സ്ഥാപനം ഉടനെ എന്ത് ചെയ്യുന്നില്ല, അവസാനിക്കുന്നില്ല. അപ്പൊ ഇതാണ് അതിന്റെ അസംഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഗോയിങ് കൺസേൺ അസംഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റി എക്സിസ്റ്റ് ഫോർ എന്താണ് ഫെയർലി എ ഗുഡ് പീരീഡ് ഓഫ് ടൈം. ഇനി ഒരു നല്ല കാലം, കുറച്ച് കാലം വരെ ബിസിനസ് തുറന്നുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നു. ഇതാണ് ഇതിന്റെ ഫണ്ടമെന്റൽ ഓഫ് അക്കൗണ്ടിങ് അസംഷൻ. അക്കൗണ്ടിങ് അസംഷൻ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള അസംഷൻ ആണ് ഈ പറഞ്ഞ കാര്യം. ഏത് ഗോയിങ് കൺസേൺ ആണെന്ന് പറയുന്ന കാര്യം. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നോ ലിക്വിഡേഷൻ ഇൻ ദ നിയർ ഫ്യൂച്ചർ. അടുത്ത ഭാവിയിൽ എന്തുണ്ടാവുന്നില്ല, ലിക്വിഡേഷൻ സംഭവിക്കുന്നില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണ്? അപ്പൊ ഇതാണ് നമുക്ക് രണ്ടാമത്തെ ഒരു അസംഷൻ. ഇത് നമുക്ക് കസ്റ്റംസ് വഴി അല്ലെങ്കിൽ ബിലീഫ് വഴി അല്ലെങ്കിൽ പ്രാക്ടീസ് വഴി കിട്ടിയതാണ്. കണക്കെഴുതി വന്നപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ഈ സ്ഥാപനം നാളെ അവസാനിക്കൊണ്ട് കണക്കെഴുതി കഴിഞ്ഞാൽ നമുക്ക് കണക്കെടുക്കാൻ പറ്റില്ല. അപ്പൊ ഉടനെ ഒന്നും അവസാനിക്കുന്ന രീതിയിലാവരുത്. ഇതൊക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് മണി മെഷർമെന്റ് അസംഷൻ. മണി മെഷർമെന്റ് കോൺസെപ്റ്റ്, അതാ മണി മെഷർമെന്റ് അസംഷൻ. ഇപ്പൊ നമുക്കറിയാം ഏത് കാര്യങ്ങൾ നമ്മൾ ബിസിനസ് ചെയ്താലും അതിനൊരു ഒരു മീഡിയേറ്റർ വേണം, ഒരു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത്ര എമൗണ്ടിലായിരിക്കണം, അല്ലെങ്കിൽ ഇന്ന തുകയ്ക്കായിരിക്കണം, അല്ലെങ്കിൽ ഇത്ര രൂപ മണിയിലായിരിക്കണം എന്ന് പറയണം. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ഞാൻ അപ്പുറത്തെ കടയിൽ പോയി ഒരു മെഷീൻ മേടിച്ചു. 1 ലക്ഷം രൂപ അടുത്ത മെഷീൻ. വേറൊരാളുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ ബിൽഡിംഗ് ഞാൻ മേടിച്ചു 10 ലക്ഷം രൂപ. ഇത് രണ്ടും കൂടെ എനിക്ക് പൈസയെ പറഞ്ഞാൽ എനിക്ക് പറയാം 11 ലക്ഷം രൂപ വാങ്ങിച്ചു. അല്ലാതെ ഞാൻ കുറച്ച് ലാൻഡ് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഞാൻ കുറച്ച് മേടിച്ചു, ബിൽഡിംഗ് മേടിച്ചു, മെഷീൻ മേടിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് 3ഉം കൂടെ കൂട്ടിയെടുത്തിട്ട് എന്തെന്നെങ്കിലും നമുക്ക് അതിന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ അതിനെന്ത് വേണം, ഒരു യൂണിറ്റ് നമുക്ക് വേണം. ആ യൂണിറ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, മണി പറയുന്നത്. അപ്പൊ മണിയിൽ മെഷർ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യൂ. പണത്തിൽ പറയാൻ പറ്റാത്ത ഒരു കാര്യം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടില്ല, പറ്റില്ല. അത് നമ്മുടെ പ്രാക്ടീസ് കൊണ്ട് കിട്ടിയതാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ ബിലീഫ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? പണത്തിൽ പറയാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യൂ. അപ്പൊ ട്രാൻസാക്ഷൻസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്, അത് മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. മോണിറ്ററി ടേംസിൽ പറയുന്ന, മണിയിൽ പറയുന്ന മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ്, സെയിൽ പോളിസി, ഇതൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഞാനൊരു സ്ഥാപനം നടത്തുന്നു. ഞാൻ നടത്തുന്ന സ്ഥാപനത്തില് 10 ലക്ഷം രൂപ മുതൽ മുടക്കി നടത്തുന്ന സ്ഥാപനം.
1 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് 1 ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കി. ഞാൻ മാനേജറായിട്ട് സ്ഥാപനത്തിൽ 1 ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കി. ഇതേപോലെ 10 ലക്ഷം രൂപ വെച്ച് വേറൊരു സ്ഥാപനം സെയിം ബിസിനസ് നടത്തുന്നു. അവിടെ 50,000 രൂപ ലാഭം ഉണ്ടാക്കിയിട്ടുള്ളൂ. വ്യത്യാസം മനസ്സിലാക്കി. ആ മാനേജ്മെന്റിന് എന്റെ കീഴിലുള്ള മാനേജ്മെന്റിന്റെ എഫിഷ്യൻസി കൊണ്ടാണ് ഈ പറഞ്ഞേക്കുന്ന 50,000 രൂപ അധികം ലാഭം കിട്ടിയത്. ബാക്കിയെല്ലാം ഒരേപോലെയാണ്. നമ്മൾ എടുത്ത ചില തീരുമാനങ്ങൾ കറക്റ്റ് ടൈമിൽ എടുത്തു. നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പൈസ ചെലവഴിച്ചുള്ളൂ. നമ്മളെല്ലാം വളരെ കൃത്യമായിട്ട് നോക്കി. അതുകൊണ്ട് ലാഭം കൂടുതൽ കിട്ടി. എങ്കിലും നമുക്ക് മാനേജ്മെന്റിന്റെ എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പണത്തിൽ പറയാൻ പറ്റില്ല. മണി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്റെ കഴിവ് അല്ലെങ്കിൽ എന്റെ മാനേജബിലിറ്റി 1 ലക്ഷം രൂപയ്ക്കാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ മാനേജ്മെന്റിന്റെ എഫിഷ്യൻസി, സെയിൽസ് പോളിസി, ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ വലിയ പ്രാധാന്യമുള്ള ബിസിനസ്സിനകത്തുണ്ട്. മാനേജ്മെന്റ് മോശം ലാഭം പറയും. ചിലപ്പോ സ്ഥാപനം കൂട്ടിക്കെട്ട്, അതൊരു സ്ട്രൈക്ക് ഉണ്ടായി, സ്ഥാപനം കൂട്ടിക്കെട്ട്. അപ്പൊ ഇതിനെയൊക്കെ സ്ട്രൈക്ക്, എത്ര രൂപയുടെ സ്ട്രൈക്ക്, 10 രൂപയുടെ സ്ട്രൈക്ക് ആണോ ഉണ്ടായത് പറയാൻ പറ്റില്ല. പണത്തിലിരിക്കുമ്പോൾ കടന്നു പറയാൻ പറ്റില്ല. അപ്പൊ അതാണ് പ്രത്യേകത. അപ്പൊ മണിയിൽ മെഷർ ചെയ്യാൻ പറ്റില്ല. എത്ര കാര്യങ്ങളായാലും ശരി, എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായാലും വേണ്ട, മണിയിൽ മെഷർ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ അറിയാൻ പറ്റൂ. നമ്മുടെ പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ആണ്, ലാഭം കൂടും, ആളുകൾ മേടിച്ചുകൊണ്ട് പോകും. പക്ഷെ ക്വാളിറ്റി എത്ര പോയിട്ടുണ്ട്, അവർ നമ്മുടെ വ്യത്യാസം എത്ര, ക്വാളിറ്റിയുടെ വ്യത്യാസം എത്ര, ഒരിക്കലും എമൗണ്ട് പറയാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ്. അതാണ് മണി മെഷർമെന്റ് അസംഷൻ. അടുത്തെന്ന് പറയുന്നത് അക്കൗണ്ടിങ് പീരിയഡ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ നമുക്ക് ഉടനെ ഒന്നും അവസാനിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ബിസിനസ്സിൽ ലാഭം നമുക്കറിയണം. ഈ ബിസിനസ് ഒരു 50 വർഷം നിൽക്കുമെങ്കിൽ 50 വർഷം കഴിഞ്ഞതിന് ശേഷം ലാഭം എന്നിട്ട് വല്ല കാര്യമുണ്ടോ? എന്റെ ബിസിനസിന്റെ ലാഭം 50 വർഷം കഴിഞ്ഞതിന് ശേഷം 50 വർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. 50 വർഷത്തിന് ശേഷം ഇത്ര ലാഭം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വല്ല ഉപയോഗമുണ്ടോ? ഒരു ഉപയോഗമില്ല. അപ്പോഴാണ് മനസ്സിലായത് ഇതിനൊരു പീരീഡ് വേണം. ഒന്നെങ്കിൽ 1 വർഷം. 1 വർഷമാകുമ്പോൾ അതുവരെയുള്ള കണക്കെല്ലാം ക്ലോസ് ചെയ്തിട്ട് അതുവരെയുള്ള നമ്മുടെ ഇടപാട് വെച്ചുകൊണ്ട് എത്ര രൂപ ലാഭം ഉണ്ടായി, എത്ര രൂപ നഷ്ടം ഉണ്ടായി. അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കണം എത്ര രൂപ ലാഭം ഉണ്ടായി, എത്ര നഷ്ടം ഉണ്ടായി. അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ നമുക്ക് എത്ര ലാഭം, എത്ര നഷ്ടം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പീരിയഡ് ആയിട്ട് കട്ട് ചെയ്യും. അല്ലാതെ 50 വർഷം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കണ്ടുപിടിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് അക്കൗണ്ടിങ് പീരിയഡിന്റെ ആവശ്യകത വന്നത്. അത് നമ്മുടെ പ്രാക്ടിക്കലോട് കിട്ടിയതാണ്. ആ പ്രാക്ടീസ് കൊണ്ട് അവരുടെ കസ്റ്റംസ് ആയിട്ടായാലും വളരെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വർഷങ്ങളോളമുള്ള ഒരു പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്ത് വരുന്നതാണ്. വർഷാവർഷം നമുക്ക് ലാഭം നഷ്ടം കണക്കാക്കിയെടുക്കണം. അപ്പൊ അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ് പറഞ്ഞാൽ അതാണ്. ബിസിനസ് യൂണിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നമ്മള് കണ്ടിന്യൂ ചെയ്യും. അത് ലോങ് പീരീഡിലേക്കാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷെ ആ ലോങ് പീരീഡിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നെങ്കിലും നമുക്ക് ആ അത്രയും പീരീഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കണ്ടുപിടിച്ചാൽ പോരാ, ലാഭമോ നഷ്ടമോ കണ്ടുപിടിച്ചാൽ പോരാ. പിന്നെ നമുക്ക് എപ്പോഴാണ് കണ്ടുപിടിക്കേണ്ടത്, പീരിയഡ് വെച്ച് കണ്ടുപിടിക്കണം. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ എന്തിരിക്കുന്നത്, ഈ പറയുന്ന അക്കൗണ്ടിങ് പീരിയഡ് അസംഷൻ. ഇങ്ങനെ 4 അസംഷനാണ് നമ്മൾ എന്തിരിക്കുന്നത് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് 4 അസംഷൻ? ഒന്ന് അക്കൗണ്ടിങ് എൻറ്റിറ്റി, ബിസിനസ് വരെ, ബിസിനസിന്റെ ഉടമസ്ഥൻ വരെ. രണ്ടാമത് പറഞ്ഞതാണ് ഗോയിങ് കൺസേൺ, ഈ സ്ഥാപനം സമീപഭാഗം എന്ത് ചെയ്യുന്നില്ല, അവസാനിക്കുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. മണി മെഷർമെന്റ് അസംഷൻ, ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, പണത്തിൽ പറയാൻ പറ്റാത്ത ഒരൊറ്റ കാര്യം നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. അതെത്ര പ്രാധാന്യമുള്ളതാണെന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. 4ാമത്തെ അസംഷൻ എന്താണ്, അക്കൗണ്ടിങ് പീരിയഡ്. ഒരു ബിസിനസ് നടത്തി തുടങ്ങിയിട്ട് അത് എന്തെങ്കിലും അവസാനിക്കുമ്പോൾ നമുക്ക് ലാഭം കണ്ടുപിടിച്ചാൽ പോരാ. നമുക്ക് ഇടയ്ക്കിടയ്ക്കുള്ള കാലയളവുകളിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അത് കണ്ടുപിടിക്കണം. അതാണ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പീരിയഡ് അസംഷൻ. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ.